ഹേ ഗൈസ്, മിക്ക ഓൺലൈൻ വർക്കിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് പേയ്മെന്റ് റെഗുലർ ആയിരിക്കില്ല, ചിലത് വർക്ക് റെഗുലർ ആയിരിക്കില്ല. ഇത് രണ്ടും റെഗുലർ ആയിട്ടുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് മണിക്കൂറിൽ $2 വെച്ച് ഏൺ ചെയ്യാം. ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ മാത്രം മതി. ആ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവത്തിനകത്ത് നിന്ന് ഏൺ ചെയ്യാൻ കഴിയും. 100% പേയ്മെന്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. എനിക്ക് പേയ്മെന്റ് കിട്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾ ഈ ഒരു സംഭവം ഫുൾ പ്രൊസീജിയർ ഞാൻ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിയിട്ട് പോകാം. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ സൈനപ്പ് പേജിനകത്ത് സൈനപ്പ് കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരണേ. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ്, പാസ്വേഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. നിങ്ങളുടെ മെയിൽ ഐ ഡിയിലേക്ക് ഒരു 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് വരും. ആ മെയിൽ ഐ ഡി ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഈ ഇമെയിൽ ഐ ഡി വെരിഫൈ ആയിട്ട് കിട്ടുന്നതാണ്. ആ ഒരു ഇത് തന്നെ വെരിഫൈ ഇമെയിൽ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇമെയിൽ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഒന്നും കൂടി ലോഗിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് നേരെ വരുന്ന നമ്മുടെ ഹോം പേജ്, നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു അഗ്രിമെൻറ്റ്സ് സാധനങ്ങളൊക്കെ ഇത് ചെയ്യാനുണ്ട്. താഴേക്ക് സ്ക്രോൾ ഔട്ട് ചെയ്ത് പോകാം. ആവശ്യമുള്ളവർക്ക് ഇത് വായിച്ചു നോക്കാം. ഞാൻ അത് വായിച്ചു നോക്കുന്നില്ല. അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ എടുത്ത് താഴേക്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ്, പ്രൈമറി ലാംഗ്വേജ്, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. ആ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഞാനെല്ലാം കൊടുത്ത് വിടുന്നുണ്ട്. അതൊക്കെ ഏത് ഫില്ല് ചെയ്ത് കൊടുക്കുക, ലാംഗ്വേജ് കൊടുക്കുക, റീജിയൻ കൊടുക്കുക, എല്ലാം കൊടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് പറയും. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത്, ജില്ല, രാജ്യം ഏതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഫിനിഷ് കൊടുക്കുക. ഫിനിഷ് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ ആ ഹോം സ്ക്രീനിനകത്തേക്ക് എത്തി. എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഹോം സ്ക്രീനിലെത്തി. ഇതാണ് നമ്മുടെ പ്രൊജക്ട് സ്റ്റാഫ്. പ്രൊജക്ട് സ്റ്റാഫിനകത്ത് കാണാൻ കഴിയും പ്രൊജക്റ്റ്, ക്വിക്ക് വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതാ പ്രൊജക്റ്റിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രൊജക്റ്റുകൾ ഇതാണ്. ഈ ഒരു പ്രൊജക്റ്റിനകത്ത് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് എല്ലാം അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിനകത്തേക്ക് കയറാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇൻവിറ്റേഷൻ വഴി അപ്ലൈ എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സ്ക്രീനിങ് പ്രോസസ്സ് ഉണ്ടാവും. ഈ ഒരു ഇൻ്റർഫേസിനകത്ത് വന്നിട്ട് ഇൻറ്റേർണൽ ക്യൂസ് ഉണ്ടാവും. ഇൻറ്റേർണൽ ക്യൂസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഫേസ് ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അവർ ബാക്കി ഡീറ്റെയിൽസ് പറയും. ഇത് ക്വിസ്സാണ്. ഈ ക്വിസ്സൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവത്തിനകത്ത് നിങ്ങൾ ഓരോ ഇത് ചെയ്ത് കഴിഞ്ഞ് ഇത് ചെയ്യാം. ഇപ്പോൾ ഞാൻ കറൻ്റ്ലി അപ്ലൈ ചെയ്തേക്കുന്നത്, നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുന്നതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ അപ്ലൈഡ് എന്ന് പറഞ്ഞ സെക്ഷനകത്ത് ആ ഒരു പ്രൊജക്റ്റ് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതൊരു അപ്ഡേറ്റ് ആവും എന്തെങ്കിലും ഡീറ്റെയിൽസ് പുതുത് വേണമെന്നുണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ കാണിച്ചു തരാം. നമ്മുടെ ഈ മൈ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്തേക്ക് പോയതിന് ശേഷം ഈ ഒരു പ്രൊജക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമ്മളിപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്ന പ്രൊജക്റ്റ്, നമ്മൾ ഏതൊക്കെ പ്രൊജക്റ്റിനകത്താണോ വർക്ക് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കിട്ടുന്നതെന്നുള്ള അതിനകത്ത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഗൈഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓരോ പ്രൊജക്റ്റിനും അതിൻ്റേതായ ഗൈഡ് ഉണ്ടാവും. ആ ഒരു ഗൈഡ് ലൈൻസ് പഠിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഗൈഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ഇൻവോയ്സസ്. ഇതാണ് എൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. ഇത് ഇൻവോയ്സ് രണ്ടും പെയ്ഡ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇതിനകത്ത് ഹവർലി റേറ്റ് എമൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയേക്കുന്നത് കാണാൻ കഴിയും. $7.97 കിട്ടിയേക്കുന്നത്. 3 മണിക്കൂർ 59 മിനിറ്റ് വർക്ക് ചെയ്തേക്കുന്നതിന്, അതായത് 4 മണിക്കൂർ വർക്ക് ചെയ്തേക്കുന്നതിന് $8 അടുത്താണ് എനിക്ക് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയേക്കുന്നത്. കറക്റ്റ് പേയ്മെൻ്റ് ആണ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു എങ്ങനെ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാം, എങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങാം, എങ്ങനെ ഫണ്ട് വേണ്ടി ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. ഡെഫിനറ്റ്ലി ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. Anything you want, anything you need, your mind's got the key ingredient, it's belief. Better see with the negativity, but I just slide right by that